രുചിക്കൂട്ട്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ബ്രെഡ് തയ്യാറാക്കാം. ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവത്തിന് നമുക്ക് ബ്രെഡെന്നോ ബണ്ണെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ എന്ത് വിളിച്ചാലും ഇതിന് അതിൻ്റെതായ ഒരു സ്പെഷ്യൽ രുചിയുണ്ട്, ഒരു രുചിക്കൂട്ടുമുണ്ട്. അപ്പോൾ നമുക്കിന്ന് തയ്യാറാക്കാൻ നോക്കാം. 180 മില്ലിഗ്രാമോളം പാല്, അതോടൊപ്പം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു മുട്ട അടിച്ചതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച് ബാക്കി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ പാലും ബട്ടറും മുട്ടയും നമ്മൾ യോജിപ്പിച്ച് വെച്ചു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ചെറിയ സ്പൂൺ ഈസ്റ്റ്, ഇത് തമ്മിൽ യോജിപ്പിച്ച് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം, ഏകദേശം 1 ടീസ്പൂണോളം. ഇനി ഇതിലേക്ക് 400 ഗ്രാമോളം അല്ലെങ്കിൽ 3 കപ്പ് അടുപ്പിച്ച് മൈദയും ചേർത്ത് കുഴയ്ക്കാം. മൈദയുടെ അളവ് എന്ന് പറയുന്നത് ഓരോ ബ്രാൻഡിനും ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കുഴച്ചെടുക്കാനുള്ള ആ ഒരു പരുവം നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി നന്നായിട്ട് ഒരു 5 മിനിറ്റോളം പൊടി ചേർക്കാതെ തന്നെ കുഴച്ചെടുക്കണം. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട്, അപ്പം കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നും, അന്നേരം നമുക്ക് ഒരു 5 മിനിറ്റ് കുറച്ച് പൊടി, അത്യാവശ്യം മാത്രം, കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കുന്ന ഒഴിവാക്കാൻ മാത്രം പൊടിച്ച് തൂവിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ സാധാരണഗതിയിൽ ഉരുട്ടിയൊക്കെയാണല്ലോ വെക്കാറ്. ഇത് നമ്മളൊരു പരന്ന പാത്രത്തിൽ, ഒരു പരന്ന ബേക്കിംഗ് ട്രേയിലേക്ക് തന്നെ നമുക്ക് നേരെ അങ്ങ് മാറ്റാം. എന്നിട്ട് 1 മണിക്കൂർ അത് അങ്ങനെ അനക്കാതെ പൊങ്ങാൻ വെക്കണം. ആ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവനൊരു 180 ഡിഗ്രി ചൂടാക്കിയിടാം. കുറച്ച് വെളുത്തുള്ളി നല്ലതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 സ്പൂണോളം വെണ്ണയുമായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു 2 സ്പൂൺ വെളുത്തുള്ളി കിട്ടുന്നത് പോലെ. എന്നിട്ടിത് വെണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പാസ്ലിയോ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത്രയും ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതുള്ളൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് അതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാകും. പൊങ്ങി വന്ന ആ ഒരു മാവിനെ നമ്മൾ നെടുകയും കുറുകയുമായിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ചെറിയ ചെറിയ ചതുരങ്ങളായിട്ട് കിട്ടും. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഈ മിശ്രിതം നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുക. ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചീസ് വിതറാം, അതായത് മോസറല്ല ചീസ് തൂകുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് നേരം ബേക്ക് ചെയ്യുക. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു മണമുണ്ട്. ആ ഒരു ബേക്ക് ചെയ്ത് വരുന്ന ബ്രെഡിൻ്റെ മണം, ഗാർലിക്കിൻ്റെയും ഈ ഒരു ഹെർബ്സിൻ്റെയും ഒക്കെ ചേർന്ന രുചികരമായിട്ടുള്ള വളരെ ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മണമുണ്ട്. ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇത് റെഡിയായി. പുറം ഇത്തിരി ഒരു ക്രസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഉള്ളിൽ ഭയങ്കര മൃദുവായിരിക്കും. അപ്പം നല്ല രുചിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ ബൺ അല്ലെ ഒരു വലിയ ബ്രെഡ്, എന്ത് വേണമെങ്കിലും പറയാം. അടിപൊളിയല്ലേ? ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.